ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ പാഠപുസ്തകത്തിലെ 2024 പുതിയ പാഠപുസ്തകത്തിലെ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. അതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് കാണുക? നോക്കൂ, ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 35ആണ്. അതിൽ 3/5 ഭാഗം എന്താണ്? പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം കാണാൻ 35ൻ്റെ 3/5 എത്രയാണെന്ന് കണ്ടാൽ മതി അല്ലേ? 35 × 3/5 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പെൺകുട്ടികളുടെ എണ്ണം സമം 35 × 3/5 എന്ന് എഴുതാം അല്ലേ? ഇനി അതെങ്ങനെയാണ് കാണുക? ഒന്നുകിൽ നമുക്ക് 35നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ 35നെ 5 കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 3 കൊണ്ട് ഗുണിക്കാം. നിങ്ങൾ ടെക്സ്റ്റിലുള്ള രീതി എന്ന് പറയുന്നത് 35/5 കണ്ടിട്ട് അതിനെ 3 കൊണ്ട് ഗുണിക്കുകയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം 35നെ 5 കൊണ്ട് ഹരിക്കാം. 35ൽ എത്ര 5 ഉണ്ട്? 7 5 അല്ലേ? അപ്പോൾ 7 ഗുണിക്കണം 3 കണ്ടാൽ മതി. 7 × 3 എത്രയാണ്? 21. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 21ആണ്. ആകെ ക്ലാസ്സിലെ കുട്ടികൾ 35ആണ്. അതിൽ 21 കുട്ടികൾ എന്താണ്? പെൺകുട്ടികളാണ് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരേപോലെ നിറച്ചു. അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? നോക്കൂ, ആകെ അരി എന്ന് പറയുന്നത് 10 കിലോ ആണ്. അതിനെ 8 സഞ്ചിയിലാക്കി അതിൽ 3 സഞ്ചി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 3 സഞ്ചിത്വം കൂടെ കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8ൽ 3 കാണേണ്ടത്. ആകെ 8 സഞ്ചിയാണുള്ളത്. അതിൽ 3 സഞ്ചി എത്ര? 3 സഞ്ചിത്വം എടുക്കുമ്പോൾ എത്രയാണെന്ന് അറിയേണ്ടത്. മൊത്തം 10 കിലോ ആണ്. അപ്പോൾ 10 × 3/8 കാണേണ്ടത് അല്ലേ? 10 പിന്നെ 8ൽ 3, അതായത് 3/8. 10 × 3/8 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 സഞ്ചിയിലെ അരി സമം ആകെ 10 അല്ലേ? അതുകൊണ്ട് 10 ഗുണിക്കണം. പിന്നെ എത്രയിൽ എത്രയാണെന്നാണ്? 8 സഞ്ചി ഉണ്ട്, അതിൽ 3 സഞ്ചി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 3/8, അതായത് 8ൽ 3 എന്ന് തന്നെ എഴുതണം അല്ലേ? എന്നാലല്ലേ അത് കാണാൻ പറ്റുള്ളൂ. ആകെ 10ആണ്. അപ്പോൾ 10 ഗുണിക്കണം 3/8. മനസ്സിലായല്ലോ? ഇനി നമുക്കത് എങ്ങനെ എഴുതാം? 10നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ 8 കൊണ്ട് ഹരിക്കാം. അതല്ലെങ്കിൽ 10നെ 8 കൊണ്ട് ഹരിച്ചിട്ട് 3 കൊണ്ട് ഗുണിക്കാം. എങ്ങനെ ചെയ്താലും ഒരേപോലെ തന്നെയാണ് അല്ലേ? നമ്മളിപ്പോൾ 10നെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടുന്നത്? 30 എന്ന് കിട്ടി. 30/8. 30നെ 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് ചെറുതാക്കി എഴുതാം. അതായത് 30/8 എന്നുള്ളത് ഒന്ന് ചെറുതാക്കുക. നമ്മൾ ഭിന്നസംഖ്യ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? 15/4 എന്ന് എഴുതാം അല്ലേ? 30/8 എന്ന് പറയുന്നത് 2ലും 2 ഉണ്ട്. എത്ര വീതമുണ്ട്? 30ൽ 15 2 ഉണ്ട്. 8ൽ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പോൾ 2ന് നമ്മൾ 30ന് 2 കൊണ്ട് ഹരിച്ചു. പിന്നെ 8ന് 2 കൊണ്ട് ഹരിച്ചു. അപ്പം അങ്ങനെ എന്തായി? 15/4 എന്ന് കിട്ടിയില്ലേ? ഇനി ആ 15/4ന് നമുക്ക് ഒരു മിശ്ര ഭിന്നാക്കിയിട്ട് എഴുതണം. അപ്പോൾ എന്താ ചെയ്യുക? 15ന് താഴെയുള്ള 4ൻ്റെ ഏറ്റവും വലിയ ഗുണിത ഏതാന്ന് എഴുതുക. 15ന് താഴെയുള്ള 4ൻ്റെ ഏറ്റവും വലിയ ഗുണിത ഏതാണ്? 12 അല്ലേ? 12ക്ക് 15 ആവാൻ എത്ര കൂട്ടണം? ബാക്കിയുള്ളതും കൂടെ കൂട്ടി എഴുതണം. അതായത് 12 എന്ന് എഴുതാൻ പറ്റില്ല. 15ന് പകരം നമ്മൾ എന്താ എഴുതുന്നത്? 4ൻ്റെ ഗുണിതായ 12 എന്ന് എഴുതി കൂടെ അതിൻ്റെ ശിഷ്ടം എത്രയാണ് എന്നുള്ളതും കൂടി, അതിൻ്റെ മിച്ചം കൂടി കൂട്ടി എഴുതണം. അപ്പോൾ 12 + 3, അപ്പോൾ 15 ആയല്ലോ അല്ലേ? അപ്പോൾ 15 എന്നുള്ളതിന് പകരം നമ്മൾ 12 + 3 എന്ന് എഴുതി. താഴെ 4 എന്ന് തന്നെ എഴുതി. ഇനി നമുക്കതിനെങ്ങനെ മാറ്റി എഴുതാം? 12/4 + 3/4 എന്ന് എഴുതാം അല്ലേ? 4 12നും ബാധകമാണ്, 3നും ബാധകമാണ്. അപ്പോൾ 12/4 + 3/4 എന്ന് എഴുതാം. 12/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12നെ 4 കൊണ്ട് ഹരിക്കുക. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 അല്ലേ കിട്ടുന്നത്? അപ്പോൾ 3 + പിന്നെ എത്രയാണ്? 3/4. അത് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ 3/4 എന്ന് കിട്ടൂലേ? 3/4 കിലോഗ്രാം എന്നാണ് ആൻസർ കിട്ടുന്നത്. അതായത് 10 കിലോഗ്രാം അരി 8 സഞ്ചിയിലായിട്ട് നിറച്ചാൽ അതിലത്തെ 3 സഞ്ചി നമ്മൾ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് എത്ര കിലോ ഉണ്ടാവും? 3.25 കിലോഗ്രാം ഉണ്ടാവും എന്ന് സാരം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് ആ 15/4നെ ജസ്റ്റ് ഹരിച്ച് നോക്കുക. ഹരിച്ച് നോക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് 3 എന്നായിരിക്കും. അത് ആദ്യം എഴുതുക. എന്നിട്ടോ ശിഷ്ടം കിട്ടുന്നത് 3 ആയിരിക്കും. അത് മുകളിൽ എഴുതുക, അംശമായിട്ട് എഴുതുക. ഛേദമായിട്ട് 4 തന്നെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 3.25 എന്ന് കിട്ടും. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ ചതുരത്തിൻ്റെ പരപ്പളവ് 27 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു.
നിറം കടുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു ചതുരം തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ആ നിറം കടുപ്പിച്ച എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം അല്ലേ. 5 കള്ളികൾ നിറം കുറച്ച് കൂടുതലുണ്ട്. അതിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റേത് 4ഉം പിന്നെ ആകെ എത്ര എണ്ണം ഉള്ളത്? 9. 9ൽ എത്ര എണ്ണത്തിൻ്റെ കാണേണ്ടത്? 5 എണ്ണത്തിൻ്റെ അല്ലേ. 9 കള്ളികളിൽ 5 എണ്ണത്തിൻ്റെതാണ് കാണേണ്ടത്. ആകെ 27 ആണ്. 27ൻ്റെ 5/9 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നിറം കടുപ്പിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് സമം 27 ഗുണിക്കണം 5/9 എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്നുകിൽ 27നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 9നെ 9 കൊണ്ട് ഹരിക്കാം. അതല്ലെങ്കിൽ 27നെ 9 കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 5 കൊണ്ട് ഗുണിക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ഈസി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അതായത് 27/9 ഗുണിക്കണം 5 എന്ന് എഴുതാം. അപ്പോൾ എത്രയായിരിക്കും? 27നെ 9 കൊണ്ട് ഗുണിച്ചാൽ 27ൽ എത്ര 9 ഉണ്ട്? അതിനെ 3 9 അല്ലേ. അപ്പോൾ 3 9 അല്ലേ 27. അപ്പോൾ 3 പിന്നെ ഗുണിക്കണം 5 എന്ന് അങ്ങനെ എഴുതി. 3 ഗുണിക്കണം 5 എത്രയാണ്? 15. അപ്പോൾ പിന്നെ നിറം കടുപ്പിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? 15 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് സാരം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.